തീർച്ചയായും നീതിയുടെ ഒരു പ്രകാശം തിഹാർ ജയിലിലേക്ക് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ തേടി. പക്ഷേ അപ്പോഴും ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ പക്ഷേ നിയമപരമായ ഒരു സാധുത. അരവിന്ദ് ഇന്ന് അഭിഷേക് മനു സിംഗ്വി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഇടക്കാല ജാമ്യം കിട്ടിയാലും എന്തുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയാതെ പോകുന്നത്? അതിന് നിയമപരമായ നിരോധനമില്ലല്ലോ. പക്ഷേ കോടതി പറയുന്നത് അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കും എന്നാണ്. നിങ്ങൾ ഭരണപരമായ ചുമതല നിർവഹിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മളോട് പറയല്ലോ വിദേശയാത്ര നടത്താൻ പാടില്ല, പാസ്പോർട്ട് കണ്ടുകെട്ടണം, ഇന്നയാളെ കാണാൻ പാടില്ല. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരുപാട് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ ഒരു അന്വേഷണത്തിന്റെ പരിധിയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഇടപെടാം, പല രീതിയിൽ സ്വാധീനമുണ്ടാക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇടക്കാല ബെയിലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇറങ്ങേണ്ടി വരും. പക്ഷേ ഒരു കാര്യം കൂടി കോടതി പറയുന്നുണ്ട്, അത് അരവിന്ദ് കെജ്രിവാളിന് തീരുമാനിക്കാം. ഇടക്കാല ജാമ്യം വേണമോ അതല്ല, ഇടക്കാല ജാമ്യം കിട്ടി മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിക്കണമോ അതല്ല, ഇടക്കാല ജാമ്യം ഉപേക്ഷിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണമോ ജയിലിനുള്ളിൽ എന്നുള്ളത് താങ്കൾക്ക് തീരുമാനിക്കാം എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. ഉപേക്ഷിക്കണം. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞേ പറ്റൂ ഇടക്കാല ജാമ്യം കിട്ടിയാൽ. യാതൊരു സംശയമില്ല. കാര്യം കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് കോടതി പറയുന്നു. ഔദ്യോഗിക ചുമതല നിർവഹിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. രാജിവെക്കാന്നല്ല, നിങ്ങൾ മുഖ്യമന്ത്രി ചുമതലയിൽ നിന്ന് നിങ്ങൾക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഫയൽ നോട്ടം കഴിയില്ല. നിങ്ങൾക്ക് ആ പേപ്പർ ഒന്നും നീക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി എന്നതിൽ നിങ്ങൾക്ക് ഒപ്പിടാൻ പറ്റില്ല. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് പ്രവർത്തി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഭരണസമരം ഉണ്ടാവും. അവിടെയാണ് അരുൺ, അതായത് ഞങ്ങൾ കാണേണ്ടതെന്ന് വെച്ചാൽ 25-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. അതെ, പിന്നെ ഒരു ഗവൺമെന്റ് വരാനുണ്ട്. അതെ അതെ, ആ ഗവൺമെന്റ് ആരെന്നുള്ളതിനനുസരിച്ചിരിക്കും. തീരുമാനം. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. ഈ ഒരു പൊളിറ്റിക്കൽ ഒരു കാറ്റ് മാറി വീശുന്നുണ്ട് എന്നുള്ളതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുമ്പോൾ തന്നെ ഇത് കോടതിയിൽ നടന്ന പല പ്രധാനപ്പെട്ട ചോദ്യങ്ങളും വളരെ വളരെ നിർണായകമാണ്. ഈ ചോദ്യങ്ങൾ രൂക്ഷമായിട്ടാണ് ഇ ഡിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇ ഡിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. PMLA ആക്ടിലെ 19ാമത്തെ വകുപ്പ് പ്രകാരം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എല്ലാ തെളിവുകളും പരിശോധിക്കേണ്ടതല്ലേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ്? ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാളെ സ്വതന്ത്രനാക്കാനോ ഇതിന് രണ്ടിനും പറ്റുന്ന തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് സെലക്റ്റീവായി ഒരാളെ കുറ്റക്കാരനെന്ന് വിധിക്കാൻ വേണ്ടി മാത്രമുള്ള മെറ്റീരിയലുകൾ ഹാജരാക്കുന്നത് എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ SP രാജു അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറയുന്നുണ്ട്, അത് അയാളെ ഗിൽറ്റിയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ആ മെറ്റീരിയൽ മാത്രം നോക്കിയാൽ പോരെ. അവിടെ തിരുത്തുകയാണ്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു എക്സിക്യൂട്ടീവ് അറസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 21 നിങ്ങൾ എടുത്തിരിക്കുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്, ഇതൊരു ഹാർവെസ്റ്റിംഗ് സീസൺ അല്ല. സാധാരണ എല്ലാ വിളവെടുക്കാൻ ഒരു 6 മാസം കൂടുമ്പോൾ വിളവെടുക്കാൻ പറ്റും. പക്ഷേ 5 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സാധാരണമായ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ആ സാധാരണമായ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദേശീയ പാർട്ടിയുടെ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷന്, ഒരു ഇലക്ടഡ് CM-ന്, എന്നിട്ട് പറയുന്നുണ്ട് ഹാബിച്വൽ ഒഫൻഡർ അല്ല, ഒരു സ്ഥിരം കുറ്റവാളിയല്ല ഈ മുഖ്യമന്ത്രി, ഇലക്ടഡ് CM ആണ്. അതുകൊണ്ട് ഈ സീസണിൽ നിങ്ങൾക്ക് ഇടക്കാല ജാമ്യം കൊടുക്കുന്നതിനെ കുറിച്ചാണ് കോടതി ആലോചിക്കുന്നത്. അപ്പോൾ SP രാജുവും തുഷാർ മേത്തയും കൂടി ചോദിക്കുന്നുണ്ട്, ഇതൊരു തെറ്റായ സന്ദേശം നൽകും. കാരണം ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ നിങ്ങളൊരു പ്രത്യേക ക്ലാസ്സായിട്ട് കണ്ടാൽ, ഒരു പ്രത്യേക വർഗമായി കണ്ടാൽ, സാധാരണക്കാരനിൽ നിന്ന് അന്യമായി നിൽക്കുന്ന അവകാശം ഒരു പ്രത്യേക വർഗത്തിനുണ്ട് എന്നുള്ളതൊരു കീഴ്വഴക്കമായി വരും എന്നാണ്. അവിടെയാണ് കോടതി വീണ്ടും ഇടപെട്ട് പറയുന്നത്, ഇതൊരു ഹാർവെസ്റ്റിംഗ് സീസണെ പോലെയല്ല, ഇതൊരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാധാരണമായ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ വ്യാഴാഴ്ച ഇടക്കാല ജാമ്യം സുപ്രീം കോടതി സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്ന് സുപ്രീം കോടതി പറയുന്നത് ഇത് വളരെ നിർണായകമായ ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും BJPയുടെ ഭാഗത്തു നിന്നുള്ള മറുപ്രചരണം ഉണ്ടാവും. പക്ഷേ ആ മറുപ്രചരണം ഡൽഹിയിലോ ഹരിയാനയിലോ പഞ്ചാബിലോ ഗുജറാത്തിലോ ആ അർത്ഥത്തിൽ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതുക അസാധ്യമാണ്. കാരണം ഇപ്പോൾ തന്നെ ഹരിയാനയിൽ നേരത്തെ പറഞ്ഞു വെക്കുന്നൊരു വലിയ മാറ്റം അവിടെ സംഭവിക്കുന്നു. ഹരിയാനയിൽ 2ാം സ്ഥാനത്ത് സീറ്റ് വൈസ് നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. എനിക്കൊന്ന് INLD കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്നത് 26 സീറ്റുകളുമായി ആം ആദ്മി പാർട്ടി. അത് കഴിഞ്ഞാണ് പിന്നീട് മറ്റു പാർട്ടികൾ വരുന്നത്. പഞ്ചാബിലാണെങ്കിൽ 42% വോട്ടാണ് പഞ്ചാബിൽ മാത്രം ആം ആദ്മി പാർട്ടിക്കുള്ളത്. എവിടെ? നിയമസഭയിലേക്ക്. നമ്മൾ ഗുജറാത്തിലേക്ക് വന്നാൽ അവിടെ കമ്പൈൻഡ് വോട്ടിൽ 40% ഉണ്ട്. പക്ഷേ അവ മറികടക്കാൻ കഴിയില്ല. BJP അവിടെ ഒരു ശക്തിയാണ്. പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും ഈ ക്ഷത്രിയ സമാജത്തിൻ്റെ വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായിട്ട് ടിൽറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എനിക്ക് തോന്നുന്നത് തീർച്ചയായും അരവിന്ദ് കെജ്രിവാൾ ഈ 3ാം ഘട്ടത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് റിലീസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് 3ഉം 4ഉം ഡൽഹിയുടെ ഇലക്ഷൻ നടക്കുന്നത് 5ാം ഘട്ടത്തിലാണ്. അല്ല, 4ഉം 5ഉം 6ഉം 7ഉം അതിൽ 5ാം ഘട്ടത്തിലാണ് ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആ 5ാം ഘട്ടത്തിൽ ഒരു പുതിയ ഉണർവ് നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും പ്രതീക്ഷയുടെ ഒരു നീതിയുടെ പ്രകാശം തിഹാർ ജയിലിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ED അല്ലെങ്കിൽ ഇതിന് മറികടക്കണമെങ്കിൽ ED 2 കാര്യങ്ങൾ കൊടുക്കണം. ഒന്ന്, ഈ മെറ്റീരിയൽ ഇൻ പൊസഷനിൽ ഉള്ളതിൽ ഈ പറയുന്ന പണം
പണം, അതായത് കുറ്റകൃത്യം ചെയ്ത പണം കണ്ടെത്തണം, പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഹാജരാക്കേണ്ടി വരും. അത് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നിർണായകമായ ചില മൊഴികളുണ്ട്. ആ മൊഴികളെക്കുറിച്ച് കോടതി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ മൊഴി കിട്ടിയെന്ന് പറയുന്നത് എന്താ? 12/11/2022 കിട്ടിയതാണ് ഈ മൊഴി. എന്നിട്ട് ആ മൊഴിയും കൈവച്ച് 2 വർഷം ഇരുന്നത് എന്തിനാണ് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അന്വേഷണത്തിൻ്റെ ഇടവേളയിലാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ അത് കോടതിക്കൊട്ടും ബോധ്യം വരുന്നില്ല. തീർച്ചയായും അത് വളരെ നിർണായകമാണ്. ഈ ഘട്ടത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയായി മാറും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. Meet the editors.